വിദേശ ഹജ്ജ് സർവീസ് ഏജൻസികൾക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം തയ്യാറാക്കി. ഹജ്ജ് വേളയിൽ തീർത്ഥാടകർ രാഷ്ട്രീയമായി ഒത്തുചേരാനോ മുദ്രാവാക്യം വിളിക്കാനോ പതാകകൾ ഉയർത്താനോ പാടില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏജൻസികൾക്കായിരിക്കുമെന്നും നിർദ്ദേശം. ഹജ്ജ് തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കുക, സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഏജൻസികളുടെ പ്രവർത്തനം ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. രാഷ്ട്രീയവും വിഭാഗീയതയും ഒരു കാരണവശാലും ഹജ്ജ് വേളയിൽ അനുവദിക്കില്ല. ഹജ്ജ് സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രവൃത്തിയിലും തീർത്ഥാടകർ ഏർപ്പെടാൻ പാടില്ല. സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തീർത്ഥാടകരുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തണം. ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ പുസ്തകങ്ങളോ പതാകകളോ സൗദിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഒരു തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യാനോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഒത്തുചേരാനോ പതാക ഉയർത്താനോ മറ്റു ഹജ്ജ് ഓഫീസുകളുമായി കൂടിക്കാഴ്ച നടത്താനോ പാടില്ല. ഈ കാര്യങ്ങളുടെയെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഹജ്ജ് സർവീസ് ഏജൻസികൾക്കായിരിക്കുമെന്നും വിദേശ സർവീസ് ഏജൻസികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. തീർത്ഥാടകർ നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നത് തടയേണ്ട ഉത്തരവാദിത്വവും സർവീസ് ഏജൻസിക്കായിരിക്കും. തമ്പുകളും ബസ്സുകളും മറ്റു തീർത്ഥാടകർക്ക് അനുവദിക്കാൻ പാടില്ല. ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ട കരാറുകൾക്കോ ഇടപാടുകൾക്കോ കമ്മീഷനോ ബ്രോക്കറേജോ പറ്റാൻ പാടില്ല. എല്ലാ തീർത്ഥാടകരും വിസ കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് തിരിച്ചുപോയി എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തവും സർവീസ് ഏജൻസിക്കായിരിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകരായ വിദേശികളെ നാടുകടത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.